ഫ്യൂഷൻ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൊട്ട് നമുക്ക് കുറച്ച് എംബ്രോയിഡറി പഠിച്ചാലോ? എംബ്രോയിഡറി പഠിക്കാനായിട്ട് ആദ്യം എംബ്രോയിഡറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, ഇതുപോലെ നൂല് എംബ്രോയിഡറിയുടെ നൂലാണ്. ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് നൂലുണ്ട്. ഒന്ന് ഇതുപോലെ ബ്ലാക്കിൽ കിട്ടും, അത് ആങ്കർ നൂൽ എന്ന് പറയും. അതൊക്കെയാണ് നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക, അതായത് കളറൊന്നും പോവാത്ത നൂലുകൾ. ഇനി ഇതുപോലെയുള്ള നൂലുകൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പഠിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ തയ്ച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നൂലുകളാണ്. അപ്പം നമുക്ക് ഇപ്പൊ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ നൂലുകൾ എടുത്താൽ മതി. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ റിങ് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഈ റിങ് കൊണ്ട് തന്നെ പല ഐറ്റംസ് ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അറിയണുണ്ടാവും ഇങ്ങനത്തെ റിങ്. അപ്പം ഈ റിങ് ഉണ്ടെങ്കിൽ നമുക്ക് തുണിയിലിട്ടിട്ട് നമുക്കിത് വർക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് പറ്റും. അതുപോലെ പിന്നെ സൂചി വേണം. പിന്നെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഇങ്ങനെ ട്രേസിങ് പേപ്പർ. ഇത് നമുക്ക് പല ഷെയ്ഡിൽ മേടിക്കാൻ കിട്ടും. അപ്പം നമുക്ക് ഏത് കളറിലുള്ളതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം. ഡാർക്ക് കളറൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് വൈറ്റ് ഒക്കെ കിട്ടും. അപ്പം അതനുസരിച്ച് മേടിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ട്രേസ് ചെയ്തിട്ട് ഫോട്ടോ അല്ലെങ്കിൽ ആ പിക്ചർ ട്രേസ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 സ്റ്റിച്ചുകളാണ്. 4 സ്റ്റിച്ച് കൊണ്ട് നമുക്ക് ഒരു സാരിയൊക്കെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ അങ്ങനെയാണ് ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് 4 സ്റ്റിച്ചുകളാണ്. സ്റ്റെം സ്റ്റിച്ച്, ലേസി ഡേസി, സാറ്റിൻ ആൻഡ് ഫ്രഞ്ച് നോട്ട്. നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാമെന്നും അതുപോലെ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു പിക്ചർ നമുക്ക് തുന്നിയെടുക്കാൻ പറ്റാമെന്നുമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ 2 ഇഴയിലുള്ള നൂലാണ് കോർത്തെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റെം സ്റ്റിച്ചിന് 2 ഇഴയിലുള്ള നൂല് മതി. നമ്മൾ ആദ്യം ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അത് പഠിക്കുമ്പോൾ നമ്മളൊന്ന് വരച്ച് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വർക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. താഴെ ഒരു കെട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അവിടെ കുത്തി പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം ഈ കൈ ഇവിടെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നീക്കി കുത്തി ഇവിടെ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇതുപോലെ വീണ്ടും കുറച്ച് നീക്കി കുത്തി പുറത്തേക്ക് എടുക്കാം. ഇതിനെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുക. സ്റ്റെം സ്റ്റിച്ച് നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ പേര് പോലെ തന്നെ, സ്റ്റിച്ചിന്റെ പേര് പോലെ തന്നെ സ്റ്റെമ്മുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അതുപോലെ നേർരേഖയിലുള്ളതൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിക്കുക. ഇതുപോലെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. നമ്മളിവിടെ വെച്ച് അവസാനിപ്പിച്ചപ്പോൾ നമ്മളിവിടെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് പിന്നിൽ വരിക നമുക്ക്. നമ്മൾ ഇതിനെ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയും, അതായത് ഇടവിട്ട് അതുപോലെയാണ് പിന്നിൽ വരിക സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് ലേസി ഡേസി ആണ്. ലേസി ഡേസി നമ്മൾ ഉപയോഗിക്കുക എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലകളും അതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ ഇതളുകളൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇത് ഇവിടെ നിന്ന് കുത്തിയെടുത്തു. ഇത് നമ്മൾ ലൈനിൽ ചെയ്യേണ്ടതല്ല, നമ്മൾ കാണിക്കുകയാണ്. കുത്തിയെടുത്തു. അതിനുശേഷം ഇത് ഇവിടെ വെച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്യണ പോലെ നൂലെടുക്കാം. അതിനുശേഷം നമ്മൾ കുത്തിയെടുത്തു തന്നെ മുകളിലേക്ക് എത്രയാണോ വേണ്ടത് അത്രയും വലുപ്പത്തിൽ കുത്തി പുറത്തേക്ക് എടുക്കാം. ഇത് വലിക്കരുത്, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തന്നെ എടുക്കുക പുറത്തേക്ക്. ഇതുപോലൊരു വട്ടം പോലെ വരും. അതിനുശേഷം ഇതിന്റെ പുറത്തുകൂടെ അടിയിലേക്ക് കുത്തിയെടുക്കും. ഇതാണ് നമ്മുടെ ലേസി ഡേസി എന്ന് പറയുന്ന സ്റ്റിച്ച്.
ആദ്യം നമ്മൾ കുത്തിയെടുക്കാം. ശേഷം അടിയിലേക്ക് കുത്തിയിറക്കാം. പിന്നെ ആദ്യം എടുത്തതിന്റെ തൊട്ടപ്പുറത്തു കൂടെ തന്നെ നമ്മൾ എടുത്തെടുക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഇല മുഴുവൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, എതള് കേട്ടോ. ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യുക ഇതുപോലെ പൂക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ്, പൂക്കളുടെ ഇതളൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുക. നമുക്ക് ഈ ഒരു സ്റ്റിച്ച് അറിയാന്നുണ്ടെങ്കിൽ നമുക്കൊരു പൂവും അതുപോലെ ഇപ്പൊ സ്റ്റെം സ്റ്റിച്ച് അറിയാന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റെമ്മും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഒരു പൂവായിട്ടുണ്ട്. നമുക്കിത് കെട്ടിടാം. അപ്പൊ അടുത്തത് ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് നോക്കാം. ഫ്രഞ്ച് നോട്ടാണ് അടുത്ത സ്റ്റിച്ച്. ഇങ്ങനെ രണ്ടെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നമ്മൾ ഇത് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ വേണ്ടത് 4 ഇഴയിലുള്ള നൂലാണ് വേണ്ടത്. നേരത്തെ സാറ്റിന് ഒരെണ്ണവും അതുപോലെ ബാക്കിയുള്ള 2 എണ്ണത്തിനും 2 ഇഴയാണ് എടുത്തതെങ്കിൽ ഫ്രഞ്ച് നോട്ട് എടുക്കുമ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 4 ഇഴയുള്ള നൂലുകളാണ് എടുക്കുന്നത്. അത് കോർത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എവിടെയാണോ ഫ്രഞ്ച് നോട്ട് ചെയ്യേണ്ടത് അവിടെ നിന്ന് ഇങ്ങോട്ട് കുത്തിയെടുക്കുക ആദ്യം. ഇനി നമ്മൾ ഇടത്തെ കൈ ഇതുപോലെ പിടിച്ച് നമ്മൾ ഒരു 2 പ്രാവശ്യം ഇതുപോലെ ചുറ്റുക. എന്നിട്ട് ഇടത്തെ കൈ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഭാഗത്തേക്ക് കുത്തിയിറക്കുക. അപ്പൊ നമ്മൾ ഇടത്തെ കൈ എപ്പോഴും ടൈറ്റ് ചെയ്ത് തന്നെ പിടിക്കുക. നൂല് ഇത് ഇതുപോലെ വലിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ഫ്രഞ്ച് നോട്ട്. ഫ്രഞ്ച് നോട്ട് നമ്മളിപ്പോ എവിടേക്ക് ഉപയോഗിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൂ അപ്പൊ നമ്മള് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഡിസൈൻ ചെയ്യാൻ പോവാണ്. സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ. ഇവിടെ ഒരു പൂവുണ്ട്, പിന്നെ തണ്ട്, അതുപോലെ ഇലകൾ, ഇത്രേ ഉള്ളൂ. നമുക്കിതില് വലിയ ഇതൊക്കെ ആക്കിയിട്ട് നമുക്ക് സാരിയിലൊക്കെ ഡിസൈൻ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ആണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഇഴയിൽ ഇങ്ങനെ ഒരു ഗ്രീൻ നൂലെടുത്തിട്ട് ആക്കിയിട്ടുണ്ട്, അടിയിൽ കെട്ടിട്ടിട്ടുണ്ട്. നമ്മൾ മുകളിൽ നിന്നാണ് തുടങ്ങണത്.
അപ്പോൾ പൂവ് സാറ്റിൻ തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഒത്തിരി നേരം എടുക്കുന്നതുകൊണ്ടാണ് ഞാനത് വീഡിയോ കട്ട് ചെയ്തത് കേട്ടോ. നമുക്ക് ഉള്ളിൽ നമ്മൾ പഠിച്ച ഫ്രഞ്ച് നോട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ചുവന്ന നൂലാണ്. അത് നമ്മൾ 4 ഇഴയാണ് എടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ പൂക്കളൊക്കെ നമുക്ക് സാരിയിലും അതുപോലെ ചുരിദാറിലൊക്കെ വർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഒരു സാരി നമ്മൾ മുമ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ലേസി ഡേസിയും അതുപോലെ സ്റ്റെം സ്റ്റിച്ചൊക്കെ ആയിട്ട് സാരി മുഴുവൻ കവർ ചെയ്യുന്നത് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെയൊക്കെ ഈ ഒരു 2 സ്റ്റിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നടുവിൽ ഇതുപോലെ കല്ലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.